ഐസൻ നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം നോക്കും. അതായത് ഇന്ത്യ മുന്നണിയിലെ അതിലെ പ്രധാന ചില കക്ഷികൾ അവർ വിട്ടുനിൽക്കുന്നു. ഇപ്പോൾ DMK തന്നെ അല്ലേ, DMK ചതിക്കുകയായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം ചതിക്കുകയായിരുന്നു. മാത്രമല്ല ആം ആദ്മി പാർട്ടി ഇല്ല. നമുക്ക് നേരത്തെ ഏകദേശം 7 സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടായിരുന്നു ഈ ഇന്ത്യ മുന്നണിക്ക്. ഇപ്പോൾ അത് 4 കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലായിട്ട് എല്ലാം ചുരുങ്ങിയിരിക്കുകയാണ് അല്ലേ. ആ ഒരു പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നിട്ട് RSS BJP ആണ് നമ്മുടെ ഏറ്റവും മുഖ്യ ശത്രു, ഇവരെ തകർക്കണം, RSSനെതിരെ വലിയ ബ്ലോക്ക് ഉണ്ടാക്കണം എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കും? ഇനി എന്ത് മറിമായാണ് കാണിക്കാൻ പോകുന്നത്? എന്ത് മാജിക് കാണിക്കാനുള്ള ആംബിയർ ഇന്ത്യ മുന്നണിക്കുണ്ട്? ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ TVKയുമായി സഹകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അവിടെ നിന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് പൊട്ടിത്തെറിക്കുന്നത്. DMK മുന്നണിയോട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോട് നീതി പുലർത്തിയില്ല എന്നൊരു കടുത്ത ആരോപണമാണ് ഉന്നയിക്കുകയും അത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അവർ MP പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നപ്പോൾ ഇത്തരമൊരു തീരുമാനമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ DMKയുടെ സ്പോക്സ് പേഴ്സൺ TK സെളങ്കോവിൻ്റെ ഒരു വാക്കുകളുണ്ട്. അതായത് കോൺഗ്രസ്, IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ വിടുതലൈ ചിരുതൈകൾ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCK, ഈ VCK ഉൾപ്പെടെ ഇപ്പോൾ ഇടതുപക്ഷം TVKയുടെ കൂടെയാണ്. TVKയുടെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ പോയൊരു സാഹചര്യം, DMK പോയ സാഹചര്യം, IUML പോയ സാഹചര്യം, കോൺഗ്രസ് ഈ തരത്തിലുള്ള ചില നിലപാടുകൾ എടുക്കുന്ന സാഹചര്യം, ഇത് തന്നെ ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നില്ല എന്നതിന് തെളിവാണെന്ന് ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ ശക്തമായ സാന്നിധ്യമായി നിന്നിരുന്ന DMK തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണി അവസാനിച്ചു. കേരളത്തിലെ കഥ എടുക്കുകയാണെങ്കിൽ CPM ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നൊരു നിലപാട് കേരളത്തിലുണ്ട്. അവിടെയും തീർന്നു. CPM കേരളത്തിൽ പ്രബലമായൊരു പാർട്ടിയാണ്, അതിലൊന്നും നമുക്ക് എതിർത്ത് പറയാനൊന്നും പറ്റില്ല. CPM ഒരു ശക്തമായ പാർട്ടി തന്നെയാണ്. കേരളത്തിന് പുറത്ത് അതിൻ്റെ പ്രസക്തി എത്രയുണ്ട് എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. അത് രാഷ്ട്രീയ പാർട്ടി അധികാരം നേടുകയാണോ ചെയ്യേണ്ടത്, അതോ രാഷ്ട്രീയ പാർട്ടി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുകയാണോ വേണ്ടതെന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ CPM പ്രസക്തമാകുന്നത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറത്ത് അപ്രസക്തം തന്നെയാണ്. അതിലൊന്നും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ അടിസ്ഥാനപരമായി ഈ പാർട്ടികളെല്ലാം തന്നെ വിട്ടുനിൽക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ചിലയിടത്ത് വിട്ടുനിൽക്കുന്നു, ചിലയിടത്ത് അങ്ങനെയാണ്. ചിലയിടത്ത് BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ BJP ഒന്നാണ്. ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത പാർട്ടി ഇന്ത്യയിൽ ഒന്നാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇതൊക്കെ തന്നെ പലതായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇനി പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു പൂർവ്വ ചരിത്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് ഇതാണ്. UPA ആണ്, ഒന്നാം UPA ആണ്. ഒന്നാം UPAക്ക് ചില കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ എന്താ കോമൺ മിനിമം പ്രോഗ്രാം? ഇവിടുത്തെ കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് അന്ന് CPM ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട ഒരു ഘടകം തൊഴിലുറപ്പ് പദ്ധതിയുടെ അത്തരത്തിൽ ചില ആശയങ്ങളായിരുന്നു CPM മുന്നോട്ട് വെച്ചത്. ഇന്ന് ഇന്ത്യ മുന്നണിയിൽ ഈ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഘടകങ്ങളായി എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇതാണ് പ്രധാന വിഷയം, ഇന്നലെ ചർച്ചയായ വിഷയം. ഇന്നലെ ജോൺ ബ്രിട്ടാസ് CMP ഉണ്ട്, കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ട്. BJP RSSനെയും ഇല്ലാതാക്കുക, അത് കോമൺ മിനിമം പ്രോഗ്രാം അല്ലല്ലോ, അതൊരു വേറെന്തൊക്കെയോ അല്ലേ. അതൊരു ശത്രുത നടപ്പാക്കുക, ഇല്ലാതാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നോ? പിന്നെ എന്തിനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ BJP RSSനെ ഇല്ലാതാക്കുക എന്ന രീതിയിലൊരു മറ്റൊരു സംവിധാനമായി വന്നാൽ പോരെ. ഇത് ഈ ഒരു പ്രോസസ്സായി വരേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരു അധികാര രാഷ്ട്രീയത്തിലെത്തി എന്തെങ്കിലും ജനങ്ങൾക്ക് സംഭാവന ചെയ്യാം. നേരത്തെ UPA സർക്കാരിൽ നിന്നും CPM ഇടഞ്ഞു പോരുന്നതിന് കാരണം ആ ന്യൂക്ലിയർ ഡോക്ടറിൻ്റെ വിഷയങ്ങളൊക്കെയാണ്. ആണവ പ്രശ്നത്തിലൊരു വിഷയമുണ്ട്. ഇത്തരത്തിലൊരു വിഷയവുമല്ല ഉന്നയിക്കുന്നത്. തങ്ങളുടെ നേരെ അഴിമതിയല്ലേ എന്നൊക്കെ കോടതിയും വ്യവസ്ഥാപിത സംവിധാനങ്ങളും തീരുമാനിക്കട്ടെ. ആ കാര്യത്തിൽ പറഞ്ഞ ചില കമൻറ്റുകൾ മാത്രമാണ് ഈ CPM മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത്തരത്തിൽ പല വിഷയങ്ങൾ നേരത്തെ ഗൗതം സൂചിപ്പിച്ച വിഷയമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത DMK, ആ ഒരു ഘടകം മാത്രമാണ് ഒരു ഐക്യത്തിൻ്റെ കാരണമായി മാറുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, സനാതനധർമ്മം തെറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് അംഗീകരിക്കും. അത് ഇനി വേണ്ട. വളരെ ലളിതമായി പറഞ്ഞാൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് പോലും വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത വ്യക്തിയാണ് പ്രിയങ്ക.
പ്രിയങ്ക അത്തരത്തിലൊരു ആ രാഷ്ട്രീയത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സാംസ്കാരിക പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ ആശയത്തെ അംഗീകരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ. കേരളത്തിൽ വരുമ്പോൾ പല തിരകടകളും കാണിക്കും. അത് വയനാട് ജയിക്കുന്നത്, വയനാട് അവർ വ്യക്തിപരമായി ജയിക്കുക. വയനാട് എനിക്ക് ഏറ്റവും എതിരഭിപ്രായം തോന്നിയ വലിയൊരു കാര്യം, അവർ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ നൽകാൻ വന്നപ്പോൾ സാധാരണ ഇതിൽ 5 പേരെയാണ് നോമിനേഷൻ നൽകുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം നിർത്തുക. പിന്താങ്ങുന്നവരെ, പ്രപ്പോസ് ചെയ്യുന്നവരെ, പിന്നെ അങ്ങനെ പാർട്ടി നേതാക്കൾ. ഞാൻ ഇന്ന് വരെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ പോയ ഒരിടത്തും മകൻ, ഭർത്താവ് ഒക്കെ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും കണ്ടിട്ടില്ല. ഇവരൊന്നും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരല്ല. മകൻ എന്ത് രാഷ്ട്രീയം, കൊച്ചു പയ്യൻ, അവന് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അവൻ ഒരു സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദേശീയ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലല്ല വന്നിരിക്കുന്നത് പ്രിയങ്കയുടെ മകനെന്ന്. അപ്പോൾ അത്തരത്തിലൊരു ആശയമൊന്നും അവർക്കില്ല, ഒരു രാഷ്ട്രീയമൊന്നും അവർക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജയിക്കുക, പാർലമെൻറ്റിലാവുക, അത് അവർ പരമ്പരാഗതമായി നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പാരമ്പര്യം പിന്തുടരുക, ഏതോ രാജകുടുംബം പോലെ നടക്കുക എന്നൊക്കെയുള്ളൊരു വിവരദോഷം മാത്രമാണ് അവർക്ക് രാഷ്ട്രീയം എന്നുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഭരണത്തിലെത്തി അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ഇന്നത് ജനങ്ങളോട് ചെയ്യും, അങ്ങനെ ഒരു ആശയമേ ഇപ്പോൾ പറയുന്നില്ല. പണ്ട് പറഞ്ഞിരുന്നതിൻ്റെ ഒരു രൂപത്തിൻ്റെ ഒരു പിന്തുടർച്ച പോലുമില്ല. അഴിമതി കേസുകളിൽ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു, വളരെ പെറ്റിയായ മാറ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അപ്രസക്തമായി കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ചർച്ച ചെയ്യാം, അത്ര തന്നെ.